അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കമൻസിൽ കുറേ ഉള്ളൊരു ചോദ്യമാണ്. കുറേ എക്സാമുകളുണ്ട്, ദുആ ചെയ്യണം, അതുപോലെ എക്സാം ഹാളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എക്സാമിന് നമുക്ക് വിജയം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പല ആളുകളും ചോദിച്ചതാണ്. അൽഹംദുലില്ലാ, ഞാൻ ഓരോ എക്സാമിനും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന, കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു എക്സാമിന് വേണ്ടത് എന്താണ്, എക്സാമിന് വിജയിക്കാൻ അല്ലെങ്കിൽ ഉന്നത വിജയം കിട്ടാൻ, 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടാൻ, +2ൽ ഫുൾ എ പ്ലസ് കിട്ടാൻ, എൻട്രൻസ് കിട്ടാൻ, അങ്ങനെ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ 70-80% ഹാർഡ് വർക്കാണ്. നമ്മുടെ 100% കൊടുത്തിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മീൻസ് നമ്മൾ മാക്സിമം പഠിക്കുക. ഞാൻ അൽഹംദുലില്ലാ ഞാൻ എൻ്റെ മാക്സിമം കൊടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിലും, ഒരു ചെറിയ എക്സാം ആയിക്കോട്ടെ, ഞാൻ ഒന്നും പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോവാറില്ല. ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ട് പോവാറുണ്ട്. അതുകൂടാതെ എല്ലാത്തിനും മാക്സിമം കൊടുക്കാൻ പറ്റാറില്ലെങ്കിലും ഞാൻ ഒരു 70-80% എൻ്റെ ആ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ 20-30% നമ്മുടെ ലക്കാണ്. ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഹെൽപ്പ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ലക്ക് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടാവുക. ആ സമയത്ത് നമുക്കിപ്പോൾ എക്സാമിലെ ഓരോ ക്വസ്റ്റ്യൻസിലും പല ട്രിക്കുകളുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കി എന്താണ് ചോദിച്ചിട്ടുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക. അതുകൂടാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം എക്സാമിൽ ചോദിക്കുക. അതൊക്കെയാണ് നമ്മുടെ ലക്ക് മീൻസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ലക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഹെൽപ്പ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ പല എക്സാമുകളിലും എനിക്ക് ലക്ക് കിട്ടാൻ ഞാൻ ചെയ്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലക്കിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയാം. എല്ലാ എക്സാമുകളിലൊന്നും നമുക്ക് ലക്ക് കിട്ടിയില്ലെങ്കിലും ഒരു 90% എബോവ് എക്സാമുകളിലെല്ലാം എനിക്ക് ഉന്നത വിജയം കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതിന് സഹായിച്ച എന്തൊക്കെ ടിപ്സാണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ 70-80 നിങ്ങളുടെ ഹാർഡ് വർക്കാണ് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത്. അതായത് 80% നിങ്ങളുടെ ഹാർഡ് വർക്ക് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഒന്നും പഠിക്കാതെ എനിക്ക് ഫുൾ എ പ്ലസ് വേണം, അല്ലെങ്കിൽ എനിക്ക് എൻട്രൻസ് കിട്ടണമെന്ന് പോയിട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ഒരു ഹാർഡ് വർക്ക് അത് മസ്റ്റായിട്ട് വേണം. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടാകും. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ സാധാരണ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അതായത് ചെറുപ്പം മുതലേ നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. എൻ്റെ പാരൻസ് അതേപോലെ അങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് നിസ്കരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ മദ്രസയിൽ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഉസ്താദുമാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മൾ പഠിക്കുക മാത്രമല്ല വേണ്ടത്, പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അതിനുള്ള ബെനിഫിറ്റ് ഉള്ളൂ. നമ്മൾ പല കുട്ടികളും ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ കാണാപ്പാഠം കുറേ കാര്യങ്ങൾ പഠിക്കും, എക്സാമിന് അത് എഴുതിയ ശേഷം അതങ്ങ് മറന്നു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക. ഞാൻ ഉസ്താദുമാർ പറഞ്ഞതനുസരിച്ച് ഞാൻ അൽഹംദുലില്ലാ പകർത്താറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈ നമ്മൾ കിടക്കുന്ന സമയത്ത് ബിസ്മിക റബ്ബി വവാതു ജൻബി തുടങ്ങുന്നൊരു ഇതുണ്ട്. അതുപോലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദമാ അമതന വഇലൈഹി നുശൂർ, അതുപോലെ നമ്മൾ ടോയ്ലറ്റിലോട്ട് കയറുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി ലദി അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, അങ്ങനെ തുടങ്ങുന്ന കുറേ ദിക്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കുക. ഓക്കെ, പല ആളുകളും ചെയ്യാത്തതായിരിക്കും. നമുക്ക് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. തെറ്റുകൾ അധികം ചെയ്യാതിരിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ്, നമുക്ക് ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു സൂറത്താണ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത്. അത് രാവിലെ 7 പ്രാവശ്യവും അതുപോലെ കിടക്കുന്നതിന് മുമ്പ് 7 പ്രാവശ്യം, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് 7 പ്രാവശ്യം, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് 7 പ്രാവശ്യം, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും അലം നശ്റഹ് ലക സദ്റക സൂറത്ത് ഓതി നമ്മുടെ ശരീരത്തിൽ ഊതുക. അതായിരുന്നു ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത്തേതായിട്ട് ഈ അടുത്തായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഫതഹ് സൂറത്തിൻ്റെ പ്രത്യേകതകൾ. ഫതഹ് സൂറത്ത് നമ്മൾ ഓതുക, എൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാണ്. യാസീൻ സൂറത്തും ഫതഹ് സൂറത്തും നമ്മൾ ഓതിയിട്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന് നമ്മളൊരു വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന് മനസ്സിരുത്തി അള്ളാഹുവിനോട് എന്നെ വിജയിപ്പിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളിലും ഒരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. അത് നമ്മളുടെ ഹാർഡ് വർക്കും കൂടി അനുസരിച്ച്
അനുസരിച്ചിരിക്കും, നമുക്ക് അതിനോടുള്ള ഡെഡിക്കേഷൻ കൂടി അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന വിജയം എന്നുള്ളത്. ഒരു 21 പ്രാവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫതഹ് സൂറത്ത് ഓതിയിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് സുബ്ഹിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. കൂടാതെ നമുക്ക് എക്സാമുകളിൽ വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം, എക്സാം ഡേ ടിപ്സിന് പറയുന്നതിന് മുമ്പ് ഞാൻ എൻട്രൻസിൻ്റെ സമയത്ത് നിസ്കരിച്ചൊരു നിസ്കാരമുണ്ട്. അതും എൻ്റെ ഉമ്മ വിളിക്കുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് 4 മന്ത് ഹോസ്റ്റലിലായിരുന്നു. ആ സമയത്ത് നമുക്കിപ്പം കോളൊക്കെ വരില്ല. ആ സമയത്ത് ഉമ്മ നിസ്കരിക്കാൻ പറഞ്ഞൊരു നിസ്കാരമായിരുന്നു ഹാജത്ത് നിസ്കാരം. ഹാജത്ത് നിസ്കാരത്തിനെക്കുറിച്ച് അത് എൻട്രൻസിന് മാത്രമല്ല, നമുക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിസ്കാരം കൂടിയാണ് ഹാജത്ത്. ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് തേടുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിസ്കാരത്തിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. എന്തായാലും ജസ്റ്റ് ഒരു ഉള്ളടക്കം പറഞ്ഞു പോവാം. 2 റക്അത്ത് മുതൽ 12 റക്അത്താണ് അതിൻ്റെ ഫുൾ നിസ്കാരം. മിഡ് നൈറ്റിലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതി നിസ്കരിക്കുക. എന്തായാലും നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒരു ഓർമ്മ ഉണ്ടാകും. മിഡ് നൈറ്റ് മീൻസ് ആ സമയത്താണ് ആകാശങ്ങൾ താഴോട്ട് ഇറങ്ങി വരുന്ന സമയം, പെട്ടെന്ന് ദുആ അള്ളാഹുവിൻ്റെ അടുത്തോട്ട് എത്തുന്ന സമയങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഈ സുബ്ഹിന് തഹജ്ജുദ് സമയത്ത് നിസ്കരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഏത് സമയത്തും നിസ്കരിക്കാം. ബട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള സമയം ഈ സമയങ്ങളിലാണ്. അപ്പോൾ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഞാൻ പറയുന്നുണ്ട്. സോ പിന്നെ അതിന് ശേഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം ഹാൾ ടിപ്സാണ്. എക്സാം ഹാളിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു വെച്ചാൽ, എക്സാം ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് കയറാറുള്ളത്. പിന്നെ എക്സാം നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടുമല്ലോ, ഒരു 15 മിനിറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫാത്തിഹ സൂറത്ത് ഓതും, ഇഖ്ലാസ് സൂറത്ത്, മുഅവ്വിദത്തൈൻ അത് ഓതാറുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാ മുസ്ലിങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാറുണ്ട്. പിന്നെ നാരിയത്ത് സ്വലാത്ത് ഒരു 11 തവണ ചൊല്ലാറുണ്ട്. നാരിയത്ത് സ്വലാത്ത് നിങ്ങൾക്കറിയാമായിരിക്കും. അത് 11 തവണ ചൊല്ലിയിട്ട് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ചൊല്ലുന്നത്. പിന്നെ നമ്മൾ എക്സാം പേപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ പേന കൊണ്ട് ഫസ്റ്റ് എഴുതുന്നത് ഒന്നിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായിരിക്കും. അല്ലെങ്കിൽ എക്സാം പേപ്പറിൽ ഞാൻ എഴുതുന്നൊരു കാര്യമാണ്, അതായത് ചോദ്യപേപ്പറിൽ എഴുതുന്നതാണ് ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന. അത് എക്സാം ചോദ്യപേപ്പറിലോ അല്ലെങ്കിൽ ഉത്തരപേപ്പറിലോ എനിക്ക് ആരും കാണാത്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടാണ് ഞാൻ തുടങ്ങാറുള്ളത്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും നമുക്കൊരു വ്യത്യാസം, അതായത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നൊരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതുപോലെ ഞാൻ ഏതൊരു എക്സാമിനോ അല്ലെങ്കിൽ കോമ്പറ്റീഷനോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നബിതങ്ങളുടെ പേരിലൊരു 100 സ്വലാത്തും കൂടി നേർച്ചയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്കും ഉപകാരമായിക്കോട്ടെ. അത് കൂടാതെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു കൂലി അതിൽ നിന്ന് കുറച്ചെങ്കിലും കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നോക്കുക. എന്താണ് എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് വരാറുണ്ടായിരുന്നത്. കൂടാതെ ഈവൻ ഞാൻ പഠിക്കാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഗസ് ചെയ്ത് എഴുതില്ലേ, അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ ശരിയാകാറുണ്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ എന്തിനെക്കുറിച്ചെങ്കിലും നമ്മളിപ്പോൾ പണ്ട് വായിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരാൻ കൂടി ഇത്രയും കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പഠിക്കാതെ ഒരാൾക്കും ഒരു രീതിയിലും എക്സാമിൽ പാസ്സാവാൻ കഴിയില്ല. അതായത് ഞാൻ ഒന്നും പഠിക്കില്ല അല്ലെങ്കിൽ എന്നുള്ളൊരു ഞാൻ ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാൻ എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ തോൽക്കുക തന്നെ ചെയ്യും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു 50% അല്ലെങ്കിൽ 80% നിങ്ങൾ കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് കിട്ടുന്നതാണ്. ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഇൻഷാ അള്ളാ ഞാൻ എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്കും എക്സാമുകൾ വരാൻ പോകുന്നുണ്ട്. നീറ്റ് PG വരുന്നുണ്ട്, അതുപോലെ INCT വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സാമുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.